കലക്കിയടാ കലക്കി. ഇനി ഇതുപോലെ ഒരെണ്ണം അവളുടെ പള്ളക്കൂടെ വെച്ചു കൊടുത്താൽ അവൾ ഇവിടുന്ന് വാലും പൊക്കി ഓടും. അത് കഴിയുമ്പോ അങ്കിൾ നിനക്കൊക്കെ എന്തൊക്കെ വാങ്ങിച്ചു തരുന്നറിയോ? ഈ ചുവര് മുഴുവൻ 5 സ്റ്റാർ ചോക്ലേറ്റ്, ആ ചുവര് മുഴുവൻ ബലൂൺ, കളിപ്പാട്ടങ്ങൾ കൊണ്ട് ചടപടാന്ന് കാല് തട്ടിട്ട് ഒരുത്തൻ നടക്കാൻ പറ്റില്ല. എന്നാ എല്ലാത്തിന്റെ മോണ നീര് വന്നു പോലിരിക്കുന്നത്? കരിമ്പൂതം ചീത്ത പറഞ്ഞോ? അങ്ങനെ പോകാൻ പറ. കൂടുതൽ അയാൾ കളിച്ചാലേ അങ്കിൾ ആ മീശ മറിച്ച് കൈ തരും. എന്നിട്ട് നമ്മൾ ആ മീശ വെച്ചൊരു ചൂലുണ്ടാക്കും. എന്നിട്ട് ആ ചൂല് വെച്ച് നമ്മൾ അവളെ അടിച്ച് പുറത്താക്കും. ഇവന്മാർക്ക് ഇത് എന്ത് പറ്റി? Good night. Good night. Good night. Good night. Good night. Good night. നന്ദി കേട്ടവന്മാരെ, നീയൊക്കെ കാല് പറയല്ലടാ. അവളുടെ ആട്ടവും പാട്ടും ഉമ്മയൊക്കെ ആയപ്പോഴേക്കും നീയൊക്കെ അവളുടെ ചാക്കിനകത്തേക്ക് വീണു. ഇത്രയും നാൾ നിന്റെയൊക്കെ ഇഷ്ടത്തിന് കിടന്ന് തുള്ളിയതും ഊട്ടിയതും ഉറക്കിയതൊക്കെ ഞാനാ. ആ സമയത്ത് കുറെ പട്ടിക്കുട്ടികളെ വാങ്ങിച്ച് വളർത്തിയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി അവക്കിട്ടൊരു കടിയെങ്കിലും വെച്ചു കൊടുത്തേനെ. എന്താടാ എല്ലാത്തിനും നാക്കിറങ്ങിപ്പോയോ? ഇരിക്കുന്നുണ്ടല്ലേ ഒറ്റ ചവിട്ടിന് പപ്പട പൊടിയാക്കാൻ വേണ്ടത്. പാട്ടും കുത്തൊക്കെ നിർത്തി തരാം. അവൾ ഇവിടുന്ന് പൊടിയും തട്ടി പോവല്ലോ. അപ്പൊ വാ എടീ, നിനക്കൊക്കെ ചോക്ലേറ്റും ബലൂണും മാങ്ങാത്തൊലിയും ഒക്കെ പുഴുങ്ങി ഉരുട്ടി കുഴച്ച് വായിലോട്ട് വെച്ചുതരാം. ഇവിടെ ഇരിക്കുന്ന പകുതി സാധനം ഞാൻ വാങ്ങിച്ച ഒന്നും തരൂല. എല്ലാം ഞാൻ രാവിലെ എടുത്തോണ്ടു. ഇരിക്കുന്ന കണ്ടിട്ട് ശരി ശരി ശരി. നമ്മളമ്മ ഒരു പണക്കമല്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താ. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യാകാമുകൻ ഊരിത്തരണമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഈ ഭൂമിയിലെ ഊരും. എന്താ ആലോചിക്കുന്നത്? സത്യം ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ചൊന്നും പറയണ്ട. വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി. എന്നോട് ക്ഷമിക്കാം. അതൊന്നും സാരമില്ല. ഭാര്യാകാമുകനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനാണ് പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ശരി. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചിയേഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ അങ്ങനെ. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി, ഈ ബില്ലൊന്നും. I'm sorry, I forgot. Okay.
Wait a minute. Okay, here it is. Thank you. Well disciplined of the stuff. Okay. Cheers. Cheers. ചോദിച്ചറിയാം ആള് വന്നിട്ടുണ്ട്. എവിടെയാണ് സമ്മതിക്കൂലേ അവനൊക്കെ? എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ഇത്? സ്കൂളിൽ നിന്ന് മദർ തെരേസ തന്നയച്ചതാ. കുട്ടികളുടെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തേക്കും. ചായ മിടുമിടുക്കിയ മാത്തച്ഛൻ കണ്ടുപിടിച്ച പുതിയ ടീച്ചർ ഇന്നലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവന്ന് ടീച്ചർമാരോട് ചെയ്ത തെറ്റുകൾക്കെല്ലാം അവരെ കൊണ്ട് മാപ്പ് പറയിച്ചു. നല്ല ഐശ്വര്യമുള്ള കുട്ടി. എവിടെ നിന്ന് കിട്ടി? കുടുംബത്തിലെ തന്നെയാ. അത് ഏത് വകയില്? എൻ്റെ അമ്മയുടെ ഒരു വകയിൽ ബന്ധുവാ. മാത്തച്ഛന്റെ ഭാഗ്യം എന്നേ ഞാൻ പറയൂ. ആ പിന്നെ കല്യാണ ദിവസം ഇനി അടുത്തു. കുറി ഒന്നും കൊടുത്തു തുടങ്ങിയില്ലേ? ചാക്കോച്ചന്റെ കുറി ഞാൻ കണ്ടു. ഒരുമാതിരി 5 സ്റ്റാർ ഹോട്ടലിലെ മെനു മാതിരിയുണ്ട്. ഇങ്ങനെ ഒരു വിവാഹം ഇനി ഈ ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന വാശിയിലാണ് പുള്ളിക്കാരൻ, അല്ലേ? എന്നാ ഞാൻ വരട്ടെ. ഇതൊന്ന് ഒപ്പിട്ട് കൊടുത്തയക്കാൻ മറക്കരുത്. എന്താടോ കേൾക്കുന്നത്? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ പോലായി. കുട്ടികളൊക്കെ എന്നെ എന്താ വിളിക്കുന്ന ഡാഡിക്ക് അറിയോ? കുട്ടിപ്പന്നിന്ന്. അതൊക്കെ പണ്ട്. ഇപ്പൊ എന്നെ അമ്മായിന്നാ വിളിക്കുന്നത്. കള്ളനസ്രാണി മാർക്കാരൻ പട്ടയെന്ന് വിളിച്ചിരുന്നത് എന്നെ ഇപ്പൊ വിളിക്കുന്നത് അയ്യരങ്കിൾ അയ്യരങ്കിൾ എന്നാ. അതാ കുരുന്നിന്റെ വിളി കേട്ട കുളിര് കോരും. കരിമ്പൂതവും മാറി വല്യപ്പച്ചനായി. പക്ഷെ കാര്യങ്ങൾ ഓരോന്നോരോ വശത്ത് മംഗളമാകുമ്പോ മറുവശത്ത് മനസ്സ് തുടിക്കുക. എല്ലാം എവിടെ ചെന്ന് അവസാനിക്കുവാവോ? കല്യാണ ദിവസം ഇനി അടുത്ത് വരുന്നു. നീന പറയുന്ന കാര്യമുണ്ട്. പക്ഷെ ബോബി മോൻ അവൻ ഒരിക്കലും ഒരു കള്ളനോ ചതിയനോ ആവാൻ പറ്റില്ല. എനിക്ക് വിശ്വാസമുണ്ട്. ചാക്കോച്ചൻ ഇത് അറിയുന്ന ദിവസം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചാക്കോച്ചന്റെ മോളാണെങ്കിൽ പലതും സ്വപ്നം കണ്ട് നടക്കുക. ഇവിടെ ഉണ്ടല്ലോ അതേ പ്രായത്തിലൊരു പെണ്ണ്. അവളുടെ ശാപം ഇതിന്റെ തലേ വീഴായിരുന്നാ മതിയായിരുന്നു.